നമുക്കൊരു 30 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു മുട്ട 200 വരെ കിട്ടും. പിന്നെ ഞാൻ 10 രൂപയ്ക്ക് 15 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം 90 ടൈപ്പിൽ നല്ല വലുപ്പത്തിൽ വരുന്ന കോഴിയാണ്. അത്യാവശ്യം വെയിറ്റ് കാണും, കൂടുതൽ മുട്ടയിടും, നല്ല പക്കായിരിക്കും. അത്യാവശ്യം കൂടുതലും സാധാരണ ഒരു 10 മുട്ടയാണെങ്കിൽ ഇതൊരു 18-20 മുട്ട വരെ ഇടും. കുഞ്ഞുങ്ങളെ അടയാൻ വെക്കുകയാണെങ്കിൽ കൂടുതൽ മുട്ട വെക്കാൻ പറ്റും. അത്യാവശ്യം വലുപ്പത്തിലുള്ള 90 ടൈപ്പില് കോഴികളാണ്. ബ്ലാക്ക് കുറച്ചുകൂടി ചെറിയ ടൈപ്പ് കോഴിയാണ്. ഏറ്റവും ചെറിയ ടൈപ്പ് കോഴിയാണ് ബ്ലാക്ക് വൈറ്റിൽ തന്നെ. ഇതിപ്പോ അടയാണ്. ഇതധികം പ്രായമായിട്ടില്ല, 1-2 ഇത് കഴിഞ്ഞു. ഇതൊക്കെ തന്നെ നമ്മുടെ വന്നൊരു പുള്ളിപ്പൂമാരാണ്. ചെറിയ പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന കാലിന് കുറുകാലി അല്ല, എന്നാൽ വലിയ ഹൈറ്റും അല്ല, ആ ഒരു ടൈപ്പിൽ വന്ന ചെറിയ ടൈപ്പ് നമ്മുടെ ഒരു വയസ്സിന് അടുപ്പിച്ച ഒരു പുള്ളിപ്പൂവനാണിത്. ഇവിടെ തന്നെ നമ്മുടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞാണിത്. ഇതൊക്കെ പണ്ട് തൊട്ട് നമ്മൾ പേരൻസ് സ്റ്റോക്കാണ്. ഇതിപ്പോ നമുക്കിവിടെ ആദ്യമായിട്ട് ഇറക്കിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ. മണിത്താറാൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഇറക്കേണ്ടത്, ഇതുവരെ നമുക്ക് ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ മുട്ട വെച്ചിട്ട് ഇപ്പം വിരിച്ചിറക്കിയതാണ്. ഇതൊരു ഫുൾ വൈറ്റിലെ മണിത്താറാവ്, ഇതൊരു മിക്സ് വരുന്നതാണ്. പിന്നെ താറാവിന്റെ മുട്ടകൾ ഞാൻ കുട്ടനാട് പോയിട്ട് കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അവർ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടില്ല, അപ്പോൾ ഉടനെ അവരിറങ്ങും. പിന്നെ അടുത്ത കുറച്ച് കോഴി കുഞ്ഞുങ്ങൾ, പിന്നെ ടർക്കി കുഞ്ഞുങ്ങളെ കിടപ്പുണ്ട്, ഒരു 1 വീക്ക് പ്രായമുള്ള. ഇത് അത്യാവശ്യം നമുക്ക് നാടിലെ നല്ല ലൈനേജിൽ ഒരു കോഴിയാണ്. നല്ല ഈ ഒരു പാറ്റേൺ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ്. നമുക്കൊരു കാട്ടുകോഴി അതിന്റെയൊക്കെ ഒരു പാറ്റേണിൽ വരുന്ന ടൈപ്പാണ് ഈ ഗ്രേ ജംഗിൾ ഫോൾ എന്നൊക്കെ പറഞ്ഞതിന്റെ ഒരു പാറ്റേണിൽ വരുന്ന ടൈപ്പ് കോഴിയാണ്. ഇതിന്റെ കാല് തന്നെയാണ്. ഇതിന്റെ ഒരു ഗ്രീൻ ടൈപ്പിൽ ഒരു പച്ച കരിമ്പച്ച രീതിയിലുള്ള കാലാണ്. ഇതാണ് മെയിൻ സ്പെഷ്യാലിറ്റി. ഈ ഒരു ടൈപ്പ് കോഴികൾക്ക് ഒരു കാട്ടുകോഴിയുടെ ഒരു ടച്ചുകൾ വരും. പഴയ ടൈപ്പ് കോഴികളായിട്ടില്ല, പഴയ ടൈപ്പ് ലൈനേജ് കോഴികളായിട്ട് ഒരു ടച്ചിലാണ്. അത്യാവശ്യം നല്ല എൻക്വയറീസും ഡിമാൻഡുള്ള ഒരു കോഴിയാണ്. പുള്ളിക്കോഴിയെ കാട്ടി ഡിമാൻഡും അത്യാവശ്യം ഈ സെയിം പാറ്റേൺ നമുക്കുണ്ട്. പക്ഷെ ഇതിന്റെ കുഞ്ഞുങ്ങൾ നമുക്ക് ഇറങ്ങുന്ന കുറേ വെറൈറ്റി ടർക്കിയാണ് കേട്ടോ. ഇതൊന്ന് ബ്രൗൺസ് അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് പറയും, ബ്ലാക്ക് വെറൈറ്റി ഡൗൺ നല്ല നേരത്തെ കാണിച്ചില്ലേ, അതിന്റെ ടൈപ്പ് കുഞ്ഞുങ്ങളാണ്. ഇത് ഫുൾ വൈറ്റിലെ 2 മാസമായ കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഏകദേശം മെയിൽ ഫീമെയിൽ അറിയാൻ പറ്റില്ല, ഒരു 4-5 മാസം കഴിയും. അപ്പൊ നമ്മൾ ഏകദേശം വലിപ്പം നോക്കിയിട്ടാണ് കൊടുക്കുക, ഒരു വലിപ്പം ചെറുപ്പമുള്ളത്. ഇത് അത്യാവശ്യം നമുക്കൊരു 6 മാസം കൊണ്ട് തന്നെ 10 കിലോ 12 കിലോ ഒക്കെ വെയിറ്റ് വരും. ഏറ്റവും വലിപ്പമുള്ള ടൈപ്പ് ഒരെണ്ണമാണ് ബ്രോബസ്റ്റർ വൈറ്റ് എന്ന് പറഞ്ഞത്. ഇതിലെ ഏറ്റവും വലിപ്പം അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്ന ടൈപ്പ്. നമ്മളിപ്പോൾ ഇതിനൊരു വേസ്റ്റ് ആയിട്ട് 2 കിലോ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 1 കിലോ മീറ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഒരു 2-3 കിലോ നമുക്ക് വേസ്റ്റ് കൊടുക്കുകയാണ്, പച്ചക്കറി വേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് 1 കിലോ വരെ മീറ്റായി കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ടൈപ്പ് ടർക്കീസ് ആണ് വളരുന്നതനുസരിച്ച്. പിന്നെ 2-3 മാസം നമ്മൾ കൈത്തീറ്റ കൊടുക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളർത്തിയെടുക്കാം. റെഡ് വൈറ്റ് ഇതെല്ലാവരും അടയാണ്. ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് അടയാതെ നമുക്ക് ബ്ലാക്ക് വൈറ്റിൽ തന്നെ നല്ല തൊപ്പി വരുന്ന ടൈപ്പില് ബ്ലാക്ക് വൈറ്റ് കോഴിയുണ്ട്. ഒരു തൊപ്പിക്കോഴിയാണ്.